ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നല്ല മഴയും തണുപ്പുമൊക്കെ അല്ലേ? അപ്പോൾ ഈ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. കപ്പയും ചാളയും. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. കപ്പ വേവുന്ന സമയമേ എടുക്കുന്നുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. കപ്പയും ചാളയും ഒരുമിച്ചിട്ട് മിക്സാക്കി എടുക്കുന്നതാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്കിത് അടിപൊളിയായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യം നമുക്ക് തേങ്ങാരപ്പ് റെഡിയാക്കി വെക്കാം. അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടൊന്ന് ഇത് ഒതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ചാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് ഒരു ചെറിയ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ ചേരുവകളൊക്കെ നമ്മളെടുക്കുന്ന കപ്പയുടെ അളവനുസരിച്ച് കൂട്ടുകയും കുറുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ മീനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മീൻ വേവണം കേട്ടോ. നമുക്ക് ഈ മുള്ളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ളതാണ്. ഈ മീൻ മാത്രം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ മീനിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അതിനായിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഗ്രേവിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പുളി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ ഗ്രേവി നമുക്ക് കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ പുളി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ കപ്പയിലൊക്കെ അധികം പുളിയാവും. ഞാനിവിടെ 1 കിലോ കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ കപ്പയ്ക്ക് 1/2 കിലോ മത്തിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കപ്പ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് മുള്ള് കളഞ്ഞ് മീനും പിന്നെ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ അരപ്പുണ്ടല്ലോ, അത് നല്ലതുപോലെ അരഞ്ഞു പോകേണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അതും ഇട്ട് കൊടുക്കാം. തേങ്ങയരപ്പിൻ്റെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ കപ്പയിലേക്ക് മീനും തേങ്ങാരപ്പും എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അല്പസമയം ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിന് ശേഷം വേണം എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം കേട്ടോ. അതിനുശേഷം വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചാളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.